ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ സന്നിധിയിൽ വെച്ചാണ്. അപ്പോൾ കുറേയായി പോകണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശിവുവിൻ്റെ ബർത്ത്ഡേ അനുബന്ധിച്ച് ഒരു സൺഡേ കിട്ടിയപ്പോൾ ഞങ്ങളങ്ങ് പോകാമെന്ന് കരുതി. അങ്ങനെ ഇതാ ഞങ്ങളും വീട്ടുകാരും എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോയത്. എന്താണെന്നറിയില്ല, അവിടെ എത്തുമ്പം തന്നെ ഒരു പ്രത്യേക ഫീലായിരുന്നേ. വെളുപ്പിന് ഒരു 5 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കാണും. അതുകൊണ്ട് തന്നെ ഒരു 5:45 ആകുമ്പോഴത്തേക്കും ഞങ്ങളവിടെ എത്തിയേ. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് കുറേ നേരം ക്യൂ നിന്നിട്ടാണ് ഉള്ളിൽ കയറാൻ പറ്റിയത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിൻ്റെ റേറ്റിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പണ്ട് എത്രയാണോ പൈസ, അതേ പൈസ തന്നെയാണ് ഇപ്പോഴും എല്ലാത്തിനും വാങ്ങുന്നത്. അപ്പോൾ അതെനിക്കൊരു ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിതാ ബോട്ടിൽ കയറിയേ. ഇതുവരെ കയറിയില്ലായിരുന്നു, അങ്ങനെ കയറിയതാണ്. എന്തായാലും എനിക്കിഷ്ടമായില്ല കേട്ടോ, നല്ല പോസ്റ്റായിരുന്നു. പിന്നെ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയേ. പിന്നെ ബൾട്ടി കാണാനുള്ള പുറപ്പാടാണ്. ശിവുവിനെ ഉറക്കി കിടത്തിയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ അബി ഞാൻ നല്ലോണം തടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് തന്നതാണ്. അങ്ങനെ ഞങ്ങളിതാ ബൾട്ടി കാണാൻ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രധാന പരിപാടിയായ ഇന്ന് പോപ്കോണാണ് വാങ്ങിയത്. കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ കയറി ഇങ്ങനെ പോപ്കോൺ കഴിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ഫിലിമായിരുന്നു. എനിക്കെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും തിയേറ്ററിൽ പോയിരുന്ന് കണ്ടിട്ട് ബോറടിച്ചിട്ടില്ല. എനിക്ക് നല്ല ഇഷ്ടമായ ഒരു ഫിലിമായിരുന്നേ. അവിടുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ ശിവൻ്റെ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചത് ബീച്ചിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ചോറൊക്കെ കഴിച്ച് പിന്നെ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയായി ഞങ്ങൾ. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ശിവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ അബിയുടെ ഫ്രണ്ട്സും അനിയനൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. നമുക്ക് വെയിൽ പോയിട്ടില്ലായിരുന്നേ. അപ്പോൾ വെയിലടിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട്. എന്തായാലും തട്ടിക്കൂട്ടി കുറച്ച് ഫോട്ടോസൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ബീച്ചിലൊക്കെ പോയി. ആദ്യം നമ്മൾ പാർക്കിലാണേ പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങി സൺസെറ്റൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ കുറച്ച് നേരം അവിടെ നല്ലോണം സ്പെൻഡ് ചെയ്തു. ശിവുവിന് പിന്നെ കടൽ ഇഷ്ടമായതുകൊണ്ട് കടൽ കണ്ടപാടെ അവൾ കടൽ എന്നിട്ട് കടലിലേക്ക് പായുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിടിയാണ് കേട്ടത്. അതുകൊണ്ട് എനിക്ക് പറ്റാത്തതുകൊണ്ട് അബി അവളുടെ വഴിയെ തന്നെ പായുന്നുണ്ട്. അപ്പോൾ പാർക്കിൽ കുറച്ച് നേരം എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ശിവന് ഐസ്ക്രീം കണ്ടിട്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതി പോകുന്നുണ്ടേ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ കുറച്ച് നേരമല്ല കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തേ. അപ്പോൾ ശിവന് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അവൾക്ക് ഐസ്ക്രീം നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ ബീച്ചിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. അപ്പോൾ ബീച്ചിനടുത്തുള്ള ഒരു കടയിൽ തന്നെയാണ് കേട്ടോ കയറിയത്. ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് വന്നുകൊണ്ട് അങ്ങനെ ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ. 2-3 ഐറ്റംസ് മാത്രമേ ട്രൈ ചെയ്ത് നോക്കിയുള്ളേ. ട്രൈ ചെയ്ത് നോക്കി 3 ഐറ്റംസ് ഇഷ്ടമായില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ശിവ ഉള്ളതുകൊണ്ട് തന്നെ ഹോർലിക്സ് വാങ്ങി കേട്ടോ. അപ്പോൾ അവർക്കും കൂടി കുറച്ച് കൊടുക്കാമല്ലോ. കുട്ടിക്ക് ഹോർലിക്സ് ഇഷ്ടമാണ്. അപ്പോൾ അതുകൂടി പരിഗണിച്ചാണ് ഞങ്ങൾ ഹോർലിക്സ് വാങ്ങിയത്. ആദ്യം വാങ്ങിയത് കല്ലുമ്മക്കായാണ്. ഒട്ടും രസം ഉണ്ടായിട്ടില്ലേ. പിന്നെ മറ്റേ മുട്ട മസാല വാങ്ങിയേ, അതും ഒരു രസം ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം പോയതാട്ടോ അവർക്ക് വേണ്ട ഡ്രസ്സും വണ്ടിയൊക്കെ വാങ്ങി. അപ്പോൾ കാര്യമായിട്ട് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിരുന്നില്ലേ. തിരക്ക് പിടിച്ചൊരു ഓട്ടമായിരുന്നു. ഇത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയേ. ഒരു സൂത്രം കൊണ്ട് വാങ്ങിയിട്ട് അച്ഛേ ഇങ്ങ വാ പൊന്നെ നോക്കിയ ഒരു സൂത്രം ഇതാ. പൊന്നിനൊരു സൂത്രം വാങ്ങിയിട്ടത് അച്ഛേ. ഇങ്ങ വാ, എനിച്ച് വാ. നോക്കി നോക്ക്. ഹാപ്പി ബർത്ത്ഡേ പൊന്നെ. അമ്മേൻ്റെ പൊന്നിന് ഹാപ്പി ബർത്ത്ഡേ. ഇങ്ങ് വാ, എണീച്ച് വാ. അച്ഛൻ വാങ്ങി സൂത്രം നോക്കിയാട്ടെ. ഇങ്ങ് വാ. ഇതെന്നെ ഷാദിനു. എന്നെ പൊന്നെ
ശിവു ഇതെന്നാ എന്നാ മോനെ ഇത് എന്നാ ഇത് കാറ നോക്കി ചിരിച്ച ഇറ്റായ ഇറ്റായി അപ്പോൾ ഇത് ശിവൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസമാണ്. അപ്പോൾ അങ്ങ് രാവിലെ ഈ സർപ്രൈസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അമ്പലത്തിലേക്കാട്ടോ. ശിവക്ഷേത്രത്തിൽ തന്നെയാട്ടോ പോയത്. ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത്ത് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ശിവന് രാവിലെ തന്നെ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഒരു വട വാങ്ങിക്കൊടുത്തു. പിന്നെ ഇത് ബർത്ത്ഡേ ദിവസം ബിരിയാണി കേട്ടോ ആക്കിയത്. കഴിച്ച് കഴിയാറായപ്പോഴാണ് വീഡിയോ എത്തില്ലെന്ന് ഓർമ്മ വന്നത്. അങ്ങനെ സദ്യ അബിയുടെ അനിയനാണ്. അനിയൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ 10 രണ്ട് പേര് ഒരേ അങ്ങനെ ഇത് അവൻ്റെ കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ശിവൻ്റെ പരിപാടി വെച്ചത്. ഫസ്റ്റ് ബർത്ത്ഡേ നല്ല കാര്യമായിട്ട് ആഘോഷങ്ങളുടെ സെക്കൻഡ് ബർത്ത്ഡേ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നു. ഒരു 10-25 പരിപാടി ഞങ്ങൾ വെച്ചു. അപ്പോൾ കേക്കിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ശിവനോട് കേക്ക് മുറിക്കാൻ പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലേ. അവളത് മര്യാദയ്ക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ പരിപാടി അങ്ങനെ കംപ്ലീറ്റ് ചെയ്തേ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.